ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇത് നമ്മുടെ 71ാമത്തെ പാർട്ടാണ്. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ. ശിവാനി ഒന്ന് വട്ടം കറങ്ങി ശിവയെ പിന്നിൽ നിന്നും കെട്ടിപ്പിടിച്ചു. ശിവയാണെങ്കിൽ ഒന്നും മിണ്ടാതെ കൈ കെട്ടി നിൽക്കുകയാണ്. ശിവാനി സ്റ്റോപ്പ് ഇറ്റ്! ശിവ പെട്ടെന്ന് അലറിക്കൊണ്ട് പറഞ്ഞു. അവൻ്റെ അലർച്ച കേട്ട് ശിവാനി പെട്ടെന്ന് ഡാൻസ് നിർത്തി. ആ ഹാളിൽ ഡാൻസിൻ്റെ പാട്ട് മാത്രം മുഴങ്ങിക്കൊണ്ടിരുന്നു. അത് കേട്ട ശിവ ദേഷ്യത്തോടെ പാർവണിയെ നോക്കി. അവൻ്റെ നോട്ടം കണ്ട് അവളുടെ കയ്യിൽ നിന്ന് റിമോട്ട് താഴെ വീണു. കഴിഞ്ഞ തുമ്പി, നിനക്കുള്ള കുഴി നീ തന്നെ എടുത്തോ, മിക്കവാറും ഇന്ന് നിന്റെ അന്ത്യമായിരിക്കും. പാർവണ മനസ്സിൽ പറഞ്ഞ താഴെ നിന്ന് റിമോട്ട് എടുത്ത് സോങ് ഓഫ് ചെയ്തു. എന്താ ശിവാനി ഇതൊക്കെ? ശിവ ഗൗരവത്തോടെ ചോദിച്ചു. ഇവനെന്തിനാണ് ചോദിക്കണേ? ഞാൻ കരുതി ശിവാനിക്ക് പൊട്ടൊന്ന് കൊടുക്കുമെന്ന്. ഇത് ഞാനെങ്ങാനും വായിക്കണമായിരുന്നു. ഇവൻ പിന്നെ എന്നെ ബാക്കി വെച്ചേക്കത്തില്ലായിരുന്നു. പാർവണ പെറുപെറുത്തു. പറ ശിവാനി, ഇതെന്താന്ന്? ശിവ വീണ്ടും ചോദിച്ചു. ഇത് ഞാൻ കണ്ണേനെ ഇംപ്രസ് ചെയ്യാനായി ചെയ്തതാ. അങ്ങനെയെങ്കിലും കണ്ണേനോട് ഒരിഷ്ടം തോന്നട്ടെ എന്ന് കരുതി. അവൾ തല കുനിച്ചുകൊണ്ട് പറഞ്ഞു. ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി എനിക്ക് നിന്നോട് ഇഷ്ടം വരുന്ന ആരാ പറഞ്ഞേ? ഈ സ്നേഹം എന്ന് ഒരാൾ ഫോഴ്സ് ചെയ്തുണ്ടാക്കണ്ടല്ല ശിവാനി. നീ ആദ്യം അത് മനസ്സിലാക്ക്. ശിവ അവളോടായി പറഞ്ഞു. നിനക്ക് ഈ ഐഡിയ ആരാ പറഞ്ഞു ശിവാനി? പാറുവിൻ്റെ ബുദ്ധിയാണ് ഇത്? അല്ല, ഇങ്ങനെയുള്ള ബുദ്ധികളല്ലേ വെള്ളത്തലയിലാണല്ലോ ഉദിക്കുക, അതാ ചോദിച്ചേ. ദേവരാമച്ചനെയും കൊണ്ട് അകത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ടെസ്റ്റ് ഇതേ വെണ്ണെന്ത് ഇരുതിയിലെണ്ണ ഒഴിക്കാൻ നിൽക്കണോ? എടാ ദുഷ്ടം ദേവേട്ടാ, നിനക്കുള്ളത് ഞാൻ പിന്നെ തരാട്ടാ. പാറണ ആത്മകഥിച്ചു. ശിവാനി റൂമിലേക്ക് പൊക്കോളൂ. ശിവാനിയുടെ തല കുനിച്ചുള്ള നിൽപ്പ് കണ്ട് ശിവ പറഞ്ഞു. അത് കേട്ടാൻ ശിവാനി കരഞ്ഞുകൊണ്ട് മുകളിലേക്ക് ഓടി. ദേവയാണെങ്കിൽ രാമച്ചനുമായി റൂമിലേക്ക് പോയി. ഞാൻ ശിവാനി ഒന്ന് നോക്കിയിട്ട് വരാം. അത് പറഞ്ഞ് രേവതി നൈസായിട്ട് അവിടെ നിന്ന് വലഞ്ഞു. പെട്ടു മോളെ പെട്ടു, വേഗം കൂടി രക്ഷപ്പെടാം, അതാ നല്ലത്. അവൾ പതിയെ അടുക്കളയിലേക്ക് നടന്നതും പിന്നിൽ നിന്ന് ശിവയുടെ വിളി വന്നിരുന്നു. പാറുണ ഒന്നവിടെ നിന്നേ. അത് പറഞ്ഞ് ശിവ അവളുടെ അരികിലേക്ക് വന്നു. എന്താ നിന്റെ ഉദ്ദേശം? അവൾക്ക് മുമ്പിൽ കൈ കെട്ടിയിരുന്നുകൊണ്ട് ശിവ ചോദിച്ചു. എന്തുദ്ദേശ ശിവ? അവളൊന്നും അറിയാത്ത പോലെ നിഷ്കളങ്കമായി ചോദിച്ചു. അധികം അഭിനയിക്കണ്ട, ഇതെല്ലാം നിന്റെ ബുദ്ധിയല്ലേ? അല്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം ശിവാനിയുടെ പ്ലാനാണ്. ഞാനും ദേവു അവള് ഹെൽപ്പ് ചെയ്തു എന്നുള്ളോ. നീ ശരിക്കും പൊട്ടിയാണോ അതോ പൊട്ടിയെപ്പോലെ അഭിനയിക്കാണോ? അവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ ശ്രമിക്കുമ്പോഴാണ് നീ അവളുടെ കൂടെ നിന്ന് എന്നെ പ്രാന്ത് പിടിപ്പിക്കാണോ പാർവണ? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. ഞാൻ അവളെ വെറുതെ സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതി കൂടെ നിന്നതാ. ഇനി ഇത് ആവർത്തിക്കരുത് പാർവണ. അവൾ ഇവിടെ നിൽക്കുന്നത് നിനക്ക് തന്നെയാണ് ദോഷം. അത് ഓർത്താൻ നിനക്ക് നല്ലത്. ശിവ പറഞ്ഞു കേട്ട് തലയാട്ടി പാർവണ തിരിഞ്ഞു നടന്നു. നിക്കടി അവിടെ, ഞാൻ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. ശിവ അവളെ പിടിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ ഹോം തിയേറ്റർ നീ ആരോട് ചോദിച്ചിട്ട് എടുത്തു കൊടുത്തേ? ഞാൻ എടുത്തില്ല. നീ അറിയാതെ നമ്മുടെ റൂമിൽ നിന്ന് ഇവിടെ എങ്ങനെ എത്തി? അത് ഞാൻ തന്നെ കൊണ്ടുവന്നേ. നിങ്ങളുടെ സാധനങ്ങൾ എനിക്ക് കൂടെ അവകാശപ്പെട്ടാ. അതുകൊണ്ട് എനിക്കിത് എടുക്കാൻ ആരുടെ അനുവാദം വേണ്ട. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനാണല്ലോ ഓരോന്ന് ചെയ്യണേ. അപ്പം ഞാനും എനിക്കിഷ്ടമുള്ളത് ചെയ്യും. നീ ഇങ്ങനെയൊക്കെ പറയാൻ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എന്താ ചെയ്തോ? അവൻ സംശയത്തോടെ ചോദിച്ചു. ചെയ്തില്ലേ നിങ്ങൾ? ഞാൻ പറയുന്നതല്ലോ നിങ്ങൾ കേൾക്കാറുണ്ടോ? മനുഷ്യ അനുസരിക്കുന്നുണ്ട് നിങ്ങൾ? അവൾ കൈ കൊണ്ടിക്കൊണ്ട് ചോദിച്ചു. എന്താ ഞാൻ അനുസരിക്കാതിരുന്നിട്ടുള്ളേ? ഞാൻ രാവിലെ ഒരു ഉമ്മ ചോദിച്ചിട്ട് നീ തന്നാ? അതും ഒരു കുഞ്ഞുമ്മ, അതുപോലെ നിനക്ക് തരാൻ വയ്യ. അത് കേട്ടതും ശിവ അവളെ കണ്ണുരുട്ടി നോക്കി. നിന്നോട് സംസാരിക്കാൻ എനിക്ക് പ്രാന്ത് പിടിക്കും. അത് പറഞ്ഞ് ശിവ മുകളിലേക്ക് പോയി. ശിവ പോയതും പാർവണ ആശ്വാസത്തോടെ ശിവാനിയുടെ മുറിയിലേക്ക് പോയി. മുറിയിൽ രേവതി മാത്രമാണുള്ളത്. അവൾ ബാത്റൂമിൻ്റെ ഡോറിൽ തട്ടി വിളിച്ചിട്ടും ശിവാനി ഡോർ തുറക്കുന്നില്ല. അപ്പോഴേക്കും ദേവയും അവിടേക്ക് വന്നിരുന്നു. എന്താ ദേവു? ശിവാനി വാതിൽ തുറക്കുന്നില്ല ദേവേട്ടാ. അത് കേട്ട് ദേവയെ അവളെ കുറെ വിളിച്ചെങ്കിലും അവൾ വാതിൽ തുറന്നില്ല. ശിവാനി കതക് തുറക്ക്. അവസാനം പാർവണ ഡോറിൽ തട്ടി വിളിച്ചു. രണ്ടാമത്തെ കതകിൽ തട്ടി വിളിക്കൽ നിന്നപ്പോഴേക്കും ശിവാനി ഡോർ തുറന്നു. പാർവണയെ കെട്ടിപ്പിടിച്ചു. രേവതിയും ദേവയും മാറി മാറി വിളിച്ചിട്ടും ഡോർ തുറക്കാതിരുന്ന ശിവാനി പാർവണിയുടെ ഒറ്റ വിളിയിൽ കതക് തുറന്നതിൽ നിന്നും ശിവാനിക്ക് അവളോടുള്ള ഇഷ്ടം അവർക്ക് മനസ്സിലായിരുന്നു. ശിവമേമ എന്തിനാ കരയണേ? അകത്തേക്ക് വന്ന റിയമ്മോള് ശിവാനിയെ കണ്ട് ചോദിച്ചു. മേമ കരഞ്ഞതൊന്നല്ല മോളെ, കണ്ണിലൊരു പൊടി വെട്ടതാ.
ശിവാനി കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. മോള് വാ, ആൻറ്റിയുടെ മോള് കൂടെ കളിക്കാൻ വരാം ബാ. അത് പറഞ്ഞ് രേവതി റിയ മോളെ എടുത്ത് തൻ്റെ റൂമിലേക്ക് പോയി. അവളുടെ പിന്നാലെ ദേവയും. താനിങ്ങനെ കരയാതെടോ, സാറ് അപ്പോഴത്തെ ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞായിരിക്കും, അതൊന്നും താൻ കാര്യാക്കണ്ട. അവളെ ബെഡിലേക്ക് ഇരുത്തിക്കൊണ്ട് പാർവണ പറഞ്ഞു. കണ്ണേട്ടൻ പറഞ്ഞു ശരിയാണ് പാർവണ, സ്നേഹം പിടിച്ചു വാങ്ങേണ്ടതല്ല, അതറിഞ്ഞു തരേണ്ടതല്ലേ. ഞാൻ ഇവിടേക്ക് വന്നത് തന്നെ ആൻറ്റി ഫോഴ്സ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ കണ്ണേണ്ണു വേണ്ടി ഞാൻ എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കായിരുന്നു. പാർവണിക്കൊരു കാര്യം അറിയോ, 2-3 വർഷം മുമ്പ് കണ്ണേണ്ണും സത്യ എന്നൊരു കുട്ടിയായിട്ടൊരു റിലേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് കണ്ണേട്ടൻ്റെ വീട്ടിൽ ആരും സമ്മതിച്ചില്ല. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ കുട്ടി മരിച്ചെന്ന് ഉറപ്പില്ല കേട്ടോ, മിസ്സിങ് ആണ്. പിന്നീട് കണ്ണേണ്ണ ആകെ മാറിപ്പോയി, വീട്ടിലുള്ള ആരെയും ഇഷ്ടമല്ലാതെയായി. ആര് വിളിച്ചാലും കോൾ എടുക്കുകയില്ല, കാണാനും വരില്ല. പിന്നെ കണ്ണേട്ടൻ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള മുത്തശ്ശിയോട് മാത്രമാണ്. ശിവസാറിന് മുത്തശ്ശി ഉണ്ടല്ലോ, ഇവിടെ നാട്ടിൽ തന്നെയാ. മുത്തശ്ശിനെ എല്ലാവരും കൂടിയുള്ള തറവാട്ട് വീട്ടിൽ ഞങ്ങൾ വെക്കേഷനൊക്കെ അവിടേക്ക് പോവാറുണ്ടായിരുന്നു. മുത്തശ്ശി വിളിക്കുമ്പോൾ കണ്ണേട്ടൻ കോളെടുക്കും, സംസാരിക്കുകയും ചെയ്യും. വേറെ ആരുമായിട്ടും ഒരു ബന്ധമില്ല. ഞങ്ങളുടെ കല്യാണം വേഗം നടത്താനാണ് ആൻറ്റി ശ്രമിക്കണേ. പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള കല്യാണത്തിന് അങ്കിളിന് വലിയ താല്പര്യമൊന്നും കാണുന്നില്ല. താനെന്തായാലും കുറച്ച് റെസ്റ്റ് എടുക്ക്, ഞാൻ പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. അത് പറഞ്ഞ് പാർവണ പുറത്തേക്ക് പോയി. രേവതി മോള് റൂമിലിരുന്ന് കളിക്കാണ്. ആൻറ്റി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ മോളെ ചോദിക്ക്. ആൻറ്റിയുടെ വയറിൽ കുഞ്ഞുവാവിയുണ്ടോ? റിയ മോള് രേവതിയുടെ വയറിൽ തൊട്ടുകൊണ്ട് ചോദിച്ചു. അതെന്താ അങ്ങനെ ചോദിക്കാൻ? രേവതി അത്ഭുതത്തോട് ചോദിച്ചു. പപ്പ പറഞ്ഞു എൻ്റെ മമ്മിയുടെ വയറിൽ കുഞ്ഞുവാവിയുണ്ടെന്ന്, അപ്പം ആൻറ്റിയുടെ വയറിലുണ്ടോയെന്ന് ചോദിച്ചതാ. റിയ മോളുടെ ചോദ്യം കേട്ടിരുന്ന് ചിരിക്കായിരുന്നു ദേവ. കുറച്ച് കാലം കഴിഞ്ഞ് ഞാൻ ഉണ്ടാവും കേട്ടോ, ദേവ മോളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ആണോ ആൻറ്റി? റിയ മോൾ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അവൾ ദേവയെ നോക്കി കണ്ണുറ്റിക്കൊണ്ട് തലയാട്ടി. ഞാനിപ്പോൾ വരാം ആൻറ്റി, എൻ്റെ ടെഡി ബിയർ താഴെയാണ്. അത് പറഞ്ഞ് മോള് താഴേക്ക് ഓടി. മോളെ പതിയെ പോട്ടോ. അത് പറഞ്ഞ് രേവതി മോൾക്ക് പിന്നാലെ പോവാൻ നിന്നതും ദേവ അവളുടെ കയ്യിൽ പിടുത്തം വിട്ടു. എന്താ ദേവേട്ടാ, നീ ഇവിടെ കുറച്ചു നേരം ഇരിക്കും ഭാര്യയെ, നിന്നെ ഇപ്പോൾ ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ. ദേവ അത് പറഞ്ഞ് അവളെ ബെഡിലേക്ക് ഇരുത്തി അവളുടെ മടിയിലേക്ക് തല വെച്ചു. ഞാൻ വിചാരിച്ചതിനൊക്കെ പെട്ടെന്ന് ശിവയും പാറും സെറ്റായി. അതെ ദേവേട്ടാ, അവരുടെ കാര്യം ഓർക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട്. ഇപ്പം ശിവാനി മാത്രമാണ് ഒരു പ്രശ്നം. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ കുട്ടി പോവും, പിന്നെ പേടിക്കാനില്ല. ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു. എന്ത് കാര്യം? റിയമോള് പറഞ്ഞ കാര്യം. അയ്യടാ, മോൻ്റെ ചാട്ടം കണ്ടപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. തൽക്കാലം ഇപ്പം അങ്ങനെ പോവട്ടെ, ബാക്കി കാര്യം നമുക്ക് പിന്നെ ആലോചിക്കാം. ഞാൻ റിയമോളുടെ അടുത്തേക്ക് പോവാട്ടോ. അല്ലെങ്കിൽ റിയമോക്ക് വന്നപ്പോൾ നിനക്ക് എന്നെ വേണ്ടല്ലോ, ദേവ പരാതിയോടെ പറഞ്ഞു. അങ്ങനെ പറയല്ല ദേവേട്ടാ, മോള് ചെറുതല്ലേ. എനിക്കറിയാടി, ഞാൻ വെറുതെ പറഞ്ഞ. നീ ഏട്ടൻ്റെ ഒരു ഉമ്മ തന്നിട്ട് പോക്കോ. ഉമ്മയോ? എന്താ, നീ ഇതുവരെയ്ക്കും ഉമ്മാന്ന് കേട്ടിട്ടില്ലേ? ദേവ അവളുടെ മടിയിൽ എണീറ്റിരുന്നുകൊണ്ട് ചോദിച്ചു. എനിക്കൊന്നും പറ്റില്ല, അവൻ എണീറ്റിരുന്നുകൊണ്ട് പറഞ്ഞു. നിനക്ക് കിസ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് വല്ലതും അറിയോടി? അതറിയാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെ പറയണേ. ഓ പിന്നെ എന്ത് ബെനിഫിറ്റ്? അവൻ ഇംഗ്ലീഷിലൊരു ക്ലാസ് തന്നെ എടുത്തു കൊടുത്തു. മതി ദേവേട്ടാ, ക്ലാസ് മതി, ഇപ്പോൾ ഒരു ഉമ്മ വേണം, അത്രയല്ലേ ഉള്ളൂ. അത് പറഞ്ഞ് രേവതി അവൻ്റെ കവളിൽ ഉമ്മ വെച്ചു. ശേഷം എണീറ്റ് പുറത്തേക്ക് നടന്നു. ദേവു നിക്ക്. അത് പറഞ്ഞ് ദേവ അവളെ വന്ന് കെട്ടിപ്പിടിച്ചു. ഇനി ഹഗ്ഗിന് എന്തെങ്കിലും ഗുണമുണ്ടോ? അവൾ കളിയാക്കി ചോദിച്ചു. ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അതിനിപ്പോൾ എന്താ, നീ അത്ര അൺറൊമാൻറ്റിക് ആയി പോയല്ലോ എൻ്റെ ദേവു. അത് കെട്ടി ചിരിച്ചുകൊണ്ട് രേവതി താഴേക്ക് പോയി. ഡി, ഞാനിവിടെ എത്തി, ഇനി കണ്ണനെ കണ്ടിട്ട് നിന്നെ തിരിച്ചു വിളിക്കാം. അത് പറഞ്ഞ് ആര് കോള് കട്ട് ചെയ്തു. ബൈക്കിൽ നിന്ന് ഇറങ്ങി അർണവ് നേരെ കയറി ചെന്നത് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. അവിടെ അവനെ വെയിറ്റ് ചെയ്ത് കണ്ണൻ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്തിനു നീ കാണണമെന്ന് പറഞ്ഞാരു? കണ്ണൻ തൻ്റെ ഓപ്പോസിറ്റായി ഇരിക്കുന്ന ആരവിനോട് ചോദിച്ചു. എനിക്ക് നിൻ്റെ കാര്യം തന്നെയാണ് പറയാനുള്ളത്. എന്താ നിൻ്റെ ഉദ്ദേശം കണ്ണ? നീ എന്തിനങ്ങനെ സ്വയം നശിപ്പിക്കുന്നേ? കാര്യം എൻ്റെ ചേച്ചിയാണെങ്കിൽ അവളെ ചെയ്തത് തെറ്റാണ്, അതിന് സ്വയം
നീ ഇങ്ങനെ നശിക്കുകയാണോ? ഒരു ഭാഗത്ത് നീ ഇങ്ങനെ സ്വയം ഇല്ലാതാവുമ്പോൾ അവൾ അവിടെ സന്തോഷിച്ച് ജീവിക്കുകയാണ്. നീ അവളുടെ മുന്നിൽ നല്ല രീതിക്ക് ജീവിച്ച് കാണിക്കല്ലേ വേണ്ടേ? അവിടെയല്ലേ നിന്റെ വിജയം? വേണ്ട, എനിക്ക് ആരുടെ മുന്നിൽ ജയിക്കണ്ട. എനിക്ക് ഇങ്ങനെയൊക്കെ പോയാൽ മതി. നിനക്കറിയോ ആരു, ഉറങ്ങാൻ പോലും പറ്റണില്ല. തലയ്ക്കൊക്കെ ആകെ പ്രാന്ത് പിടിക്കണ പോലെ. ഇപ്പോൾ എനിക്കൊരു സമാധാനം എന്ന് പറയുന്നത് ആൽക്കഹോൾ മാത്രമാണ്. അത് മാത്രമാണ് എന്നെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. എന്ന് വെച്ചിട്ട് ഇങ്ങനെ കുടിച്ച അധിക കാലമൊന്നും നീ ജീവിക്കില്ല. വേണ്ടടാ, എങ്ങനെയെങ്കിലും ഈ നശിച്ച ലോകത്തു നിന്നൊന്ന് പോയി കിട്ടിയാൽ മതി, അവൻ നിർവികാരതയോടെ പറഞ്ഞു. കണ്ണ, ഞാൻ പറയുന്നൊന്ന് നീ കേക്ക്. നമുക്കൊരു നല്ല ഡോക്ടറെ അടുത്ത് പോവാം. കൗൺസിലിംഗ് കൊണ്ട് ഈ അവസ്ഥയെല്ലാം മാറും. നീ ആ പഴയ കണ്ണനാവും. എനിക്കൊന്നും വേണ്ട ആരു. എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ ലോകത്ത് ആരുമില്ല. പിന്നെ ആകെയുള്ളത് എന്ന് പറയാൻ എൻ്റെ അമ്മയാണ്. ആ അമ്മ ആലോചിച്ചാണ് ഞാനൊരു കടുങ്കയും ചെയ്യാതെ നിൽക്കണേ. അല്ലെങ്കിൽ എന്നെ ഈ ജീവിതം അവസാനിപ്പിച്ചേനെ. നീ എന്തൊക്കെയാ പറയണേ? നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. ഒന്നില്ലെങ്കിലും ഞങ്ങളില്ലേടാ നിനക്ക്? നീ ഇങ്ങനെ സ്വയം ഇല്ലാതാവുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ മനസ്സമാധാനം ജീവിക്കാൻ കഴിയുക? നിനക്ക് വേറെ വല്ലതും പറയാണ്ടാരു? എനിക്ക് കുറച്ച് തിരക്കുണ്ട്. കണ്ണൻ ചേരയിൽ നിന്ന് എണീറ്റുകൊണ്ട് പറഞ്ഞു. സംസാരിക്കുന്നുള്ളത് ഇതിനെക്കുറിച്ച് തന്നെയാണ് കണ്ണ. നിന്നെ ഇങ്ങനെ കാണാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഈ പറയണേ. ബായി ആരു, ഇനി ഇങ്ങനെയൊരു കൂടിക്കാഴ്ച ഇല്ലാതിരിക്കട്ടെ. എനിക്ക് നിന്നോട് ദേഷ്യമുള്ളത് കൊണ്ടൊന്നുമല്ല. നിന്നെ കാണുമ്പോൾ എനിക്ക് അവൾ ഓർമ്മ വരും. എൻ്റെ മനസ്സിൽ നിന്നും മായ്ച്ചു കളയാൻ ആഗ്രഹിക്കുന്ന ഒരു മുഖമാണ് അവളുടേത്. അതുകൊണ്ടാണ്. ദയനീയമായി ഒരു പുഞ്ചിരിയോടെ ആരുവിനെ സമ്മാനിച്ചുകൊണ്ട് കണ്ണൻ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കണ്ണൻ പോയതും അർണവ് കണ്ണൻ പറഞ്ഞ കാര്യങ്ങൾ രശ്മിയെ വിളിച്ച് പറഞ്ഞിരുന്നു. വൈകുന്നേരത്തെ സംഭവത്തിന് ശേഷം ശിവാനി ശിവയുടെ മുന്നിലേക്ക് പോയിരുന്നില്ല. എങ്കിലും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവൾക്ക് ശിവയെ ഫേസ് ചെയ്യേണ്ടി വന്നു. എന്നും ശിവയുടെ കൂടെ ഇരിക്കുന്ന ശിവാനി അന്ന് പാർവണയുടെ അടുത്താണ് വന്നിരുന്നത്. ശിവാനിയുടെ കാര്യം ആലോചിച്ച് പാർവണയ്ക്കും രേവതിക്കും നല്ല സങ്കടം ഉണ്ടായിരുന്നു. എല്ലാവരെയും കൂടി അവളെ പറ്റിക്കുകയാണെന്ന് അറിഞ്ഞാൽ അവളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും അവർക്ക് അറിയില്ലായിരുന്നു. അതും അവൾ കൂടുതൽ സ്നേഹിച്ച ഇഷ്ടപ്പെട്ടിരുന്ന പാർവണ തന്നെയാണ് ചോദിച്ചതെന്നറിഞ്ഞാൽ അവൾ എന്താണ് ചെയ്യാമെന്ന് പാർവണയ്ക്ക് ഒരു നിശ്ചയം ഉണ്ടായിരുന്നില്ല. പാർവണ ഇടയ്ക്കിടയ്ക്ക് ശിവയെ കാണുമ്പോൾ അവനെ ദേഷ്യം പിടിപ്പിക്കാനായി ഉമ്മ ചോദിക്കുകയായിരുന്നു. അത് കേൾക്കുമ്പോൾ ശിവ അവളെ ദേഷ്യപ്പെട്ടൊന്ന് നോക്കുകയും ചെയ്യും. ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് രേവതിയും പാർവണയും ശിവാനിയും റിയമോളും ഉറങ്ങാനായി കടന്നു. പാർവണ ശിവയുടെ അടുത്തേക്ക് പോകണമെന്നുണ്ടായിരുന്നെങ്കിൽ അവൾ പോയില്ല. ശിവയുടെ അടുത്തേക്ക് പോകണ? അല്ലെങ്കിൽ വേണ്ട. എന്തിനാ വെറുതെ ഈ പാതിരാത്രി കള്ളനെ പോലെ വിളിച്ച് അവൻ്റെ റൂമിലേക്ക് പോണേ? അല്ലെങ്കിലും ഞാനില്ലെങ്കിൽ അവൻ ഉറക്കൊക്കെ വരും. ഇനി അങ്ങോട്ട് പോയിട്ടുള്ള വില കൂടെ കളയണ്ട. ഇവിടെ തന്നെ കിടന്നുറങ്ങാം. ഓരോന്നാലോചിച്ച് പാർവണ കണ്ണടച്ച് കിടന്നു. കുറേ നേരം കഴിഞ്ഞാണ് അവൾക്ക് ഉറക്കം വന്നത്. ശിവമുറിയിൽ പാർവണയെ കാത്തിരിക്കുകയായിരുന്നു. ബെഡ് റെസ്റ്റ് ചാരി ഡോറിനരികിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു അവൻ. സമയം 1 മണിയായിട്ട് അവളെ കാണുന്നില്ല എന്ന് കണ്ടതും ശിവ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ശിവാനിയുടെ റൂം ലോക്കായിരുന്നില്ല. അവൻ പതിയെ ഡോർ ഹാൻഡിൽ പിടിച്ച് വാതിൽ തുറന്നു. അകത്ത് ശിവാനിയെ കെട്ടിപ്പിടിച്ച് പാർവണ സുഖമായി കിടന്നുറങ്ങുന്നത് കണ്ടതും അവനെന്തോ വല്ലാത്ത ദേഷ്യം തോന്നി. അവളെ വിളിക്കാനായി 2 അടി മുന്നോട്ട് നടന്നെങ്കിലും പിന്നീട് അത് വേണ്ട എന്ന് വെച്ച് അവൻ തിരികെ റൂമിലേക്ക് തന്നെ വന്നു. എന്തൊക്കെയായിരുന്നു, ഞാൻ ഇല്ലെങ്കിൽ ഉറക്കം വരികില്ല, തേങ്ങയാണ് മാങ്ങയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം സുഖമായിട്ട് കിടന്ന് ഉറങ്ങണ കണ്ടില്ലേ? അവളെല്ലാം വെറുതെ പറഞ്ഞാണ്, കള്ളത്തി. അവൻ ബെഡിലെ പില്ലോ എടുത്ത് താഴേക്ക് എറിഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇതിപ്പോൾ അവള് പറഞ്ഞ അവസ്ഥയിൽ എനിക്ക് വരുന്ന പോലെയാണല്ലോ തോന്നണേ. അവളില്ലെങ്കിൽ ഉറക്കം വരുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയണായിരിക്കും ശരി. നോ ശിവ, ഇത്രയും കാലം നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഒറ്റയ്ക്കായിരുന്നില്ല ഉറങ്ങിയത്. അപ്പോൾ ഇപ്പോഴും അങ്ങനെ ഉറങ്ങാൻ കഴിയും. അത് പറയാൻ ബെഡിലേക്ക് കിടന്നു. കുറേ നേരം കഴിഞ്ഞിട്ട് ഉറക്കം മാത്രം വന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് എന്തൊക്കെയോ നേരം വിളിപ്പിച്ചു. എന്നത്തെയും പോലെ 8 മണി കഴിഞ്ഞാണ് പാർവണ ഉറക്കം എത്തിയത്. അപ്പോഴേക്കും രേവതി എണീറ്റ് പോയിരുന്നു. ശിവാനി റിയമോള് നല്ല ഉറക്കത്തിലാണ്. പാർവണ പതിയെ റൂമിലേക്ക് നടന്നു. അവൾ റൂമിലേക്ക് ചെല്ലുമ്പോൾ ഹോസ്പിറ്റലിൽ പോകാനായി ശിവ റെഡിയാവുമായിരുന്നു. താൻ അകത്തേക്ക് വന്നിട്ടും ശിവ തന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കിയ പാർവണ അവൻ്റെ അരികിലേക്ക് നടന്നു. ഗുഡ് മോർണിംഗ് ശിവ, അവൾ അവനെ നോക്കി പറഞ്ഞുവെങ്കിലും ഒന്നും മിണ്ടാതെ ശിവ തല തിരിച്ചു നിന്നു. ഇതെന്തെങ്ങനെ? ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ലേ? ശിവ, നീ ഹോസ്പിറ്റലിൽ പോവാണോ?
അവൾ വീണ്ടും ചോദിച്ചുവെങ്കിലും ശിവ ഒന്നും മിണ്ടാതെ ടേബിളിന് മുകളിലിരിക്കുന്ന തൻ്റെ ഫോണെടുത്ത് പോക്കറ്റിലിട്ടു. ശേഷം സ്റ്റെതസ്കോപ്പ് എടുത്ത് പുറത്തേക്ക് നടന്നു. എന്താ നീ ഒന്നും മിണ്ടാത്തേ? അവൾ പിന്നാലെ വന്നുകൊണ്ട് അവൻ്റെ മുന്നിൽ കയറിയുന്നോണ്ട് ചോദിച്ചു. നിന്നോട് മിണ്ടാ തോന്നിയില്ല, അത്ര തന്നെ. അതെന്താ അങ്ങനെ? ഇന്നലെ നീ എവിടെയായിരുന്നു? ഞാനെവിടെ പോവാൻ, ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. നീ ഞാൻ ഇന്നലെ കണ്ടതല്ലേ ഇവിടെ, പിന്നെന്താ എത്ര ചോദിക്കാൻ? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നു എന്നാ. ഇന്നലെ രാത്രി ഞാൻ ശിവാനിയുടെ കൂടെ അവളുടെ റൂമിലുണ്ടായിരുന്നു. അവൾ ഒന്നാലോചിച്ചുകൊണ്ട് പറഞ്ഞു. അതാണോ നിന്റെ റൂം? ശിവഗൗരവത്തോട് ചോദിച്ചു. അല്ല. നിനക്ക് സ്വന്തമായിട്ട് ഒരു റൂമുള്ളപ്പോൾ നീ എന്തിനാ മറ്റുള്ളവരുടെ റൂമിൽ പോയി കിടക്കണേ? അപ്പോൾ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. നാളെ നല്ലൊരു പാർട്ടായിട്ട് കാണാം കേട്ടോ. ബൈ.